ഏത് ക്ഷേത്രത്തിലും ഉണ്ടാവും. അപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമുക്ക് അറിയണം. ഒരു വലിയൊരു ശാസ്ത്രത്തിന്റെ ഭാഗമാണ് ക്ഷേത്രം. ആ വാക്ക് തന്നെ നമ്മൾ നല്ലപോലെ ആലോചിച്ചാൽ മനസ്സിലാവും. ഇത് ക്ഷേത്രം നാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. അപ്പൊ ഏതുതരം നാശത്തിലാണ് നമ്മൾ ഉള്ളത്, ഈ ഏതുതരം നാശത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് സ്വയം ആദ്യം മനസ്സിലാകും. കാരണം ജയിപ്പിക്കണം നമ്മുടെ ഗുണങ്ങളെ. അതാണ് ക്ഷേത്രം എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം. 3 ഗുണങ്ങളാണ് ആത്മാവിനെ പൊതിഞ്ഞു വെച്ച് വീണ്ടും വീണ്ടും ശരീരം സ്വീകരിക്കുന്നു. ഈ ശരീരം സ്വീകരിക്കുന്ന സംസാര ചക്രത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ള അറിവിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അനുഭവിക്കേണ്ടതും. ഇതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസമായിട്ട് നമ്മള് കാണരുത്. കാരണം ഈ ക്ഷേത്രങ്ങളെല്ലാം ഒരു കാലത്ത് സമൂഹത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിലുള്ള കൃഷി സംസ്കാരത്തിന്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നെയ്യഭിഷേകം ഉണ്ടാവും. ഈ നെയ്യഭിഷേകം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പശുവിനെ വളർത്തണം. പശുവിനെ വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കൃഷി നിർബന്ധമായും ചെയ്യണം. ഈ കൃഷി സംസ്കാരം മുഴുവനും നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ 2600 കിലോ നെൽവിത്ത് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ കേരളം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര ഇനം നെൽവിത്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെൽകൃഷി ചെയ്യുന്ന ആളുകൾ തന്നെ കുറഞ്ഞു പോയി. കാരണം ക്ഷേത്രത്തിന്റെ ഭാഗമായി തന്നെ ഒരുപാട് നെൽവയലുകൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടായിരിക്കാം. അതിൽ വ്യത്യസ്തമായ നെൽകൃഷി